ഭാവയേതേകമാത്മാനം നിർമ്മലാകാശവത്സദാ. അതല്ലേ അതിന് മുമ്പത്ത് ചൊല്ലിയില്ലേ? ചൊല്ലി വിവിക്തദേശ ആസീനോ വിരാഗോ വിജിതേന്ദ്രിയഃ ഭാവയേതേകമാത്മാനം തം അനന്തമനന്യധീഃ. അത് ചൊല്ലിയില്ലേ? അന്നാൾ ചൊല്ലിയാലേ. വിജനസ്ഥലത്തിരുന്ന് രാഗം വെടിഞ്ഞ് തൃഷ്ണയെ പുറന്തള്ളി ബാഹ്യങ്ങളായ ഇന്ദ്രിയങ്ങളെ ജയിച്ചതിനു ശേഷം അന്യചിന്തകളില്ലാതെ അനന്തവും ഏകവുമായ ആ ആത്മാവിനെ ധ്യാനിക്കണം. പിന്നെ പറയാണ്, ബുദ്ധിമാൻ ആത്മന്യേ വാകിലം ദൃശ്യം പ്രവിലാപ്യ ധിയാ സുധീ. ബുദ്ധിമാൻ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവനും ആത്മാവിൽ തന്നെ ലയിപ്പിച്ചിട്ട്. ദൃശ്യപ്രപഞ്ചം എന്ന് പറയുമ്പോൾ ദൃശ്യതേ ലോക്യതേ ദൃശ്യതേ അനേന ഇതി ലോകം. മനോലോകം കണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ? നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ ലോകത്തിരിക്കുമ്പോൾ ആ ലോകം എവിടെ ലയിപ്പിക്കണം? ആത്മാവിൽ ലയിക്കണം. തന്നിൽ നിന്ന് അന്യമല്ലെന്നറിയണം. ബാഹ്യമായി കാണുന്ന ലോകം തന്നിൽ നിന്ന് പുറത്താണെന്നല്ല, ഇതെവിടെയാണ്? തന്നിൽ തന്നെയാണിത്. താൻ ഇതിൽ നിന്ന് അന്യമല്ല, അനന്യമായ ഭാവത്തെ പ്രാപിച്ചിട്ട്. ഇത് ലോകം ഒന്ന് വേറെ, കാണുന്നവൻ വേറെ. ദൃക് ദൃശ്യമുണ്ട്. പിന്നെ ആരാ? ദൃക്കിൽ നിന്ന് അന്യമായി ദൃശ്യമില്ലെന്ന ബോധത്തോടു കൂടി അന്തരാത്മൻ തന്നിലേക്ക് തിരിഞ്ഞിട്ട്. ഇനി പറയേണ്ട ആവശ്യമില്ല, പ്രയോഗവശം പറയണതല്ല അല്ലേ? അതന്നെയല്ലേ എന്നിവിടെ ക്ലാസ് തുടങ്ങി അന്ന് പോയിക്ക് പറയാൻ തുടങ്ങിയതോ അല്ലേ? അന്തരാത്മൻ അന്തരാത്മൻ ആത്മാന്വേഷണം ചെയ്തു. വേറൊരു പണിയില്ലല്ലോ. ഇതന്നെയല്ലേ ഇവിടെ പറയണത്. അത് ഉപനിഷത്തായാലും ശരി, ഇതായാലും ശരി, എല്ലാം തന്നെയാണ് പറയാറ്. അതുകൊണ്ട് വിജനസ്ഥലത്ത് ഇരുന്ന് ബുദ്ധിമാൻ, ബുദ്ധിയുള്ളവര് ദൃശ്യപ്രപഞ്ചത്തെ, ബുദ്ധിമാനേ കഴിയുള്ളൂ. മനസ്സിന്റെ പിടിയിലുള്ളവർക്ക് കഴിയില്ല. അതോ ഇതോ, ഞാനോ നീയോ, പോണോ പോണ്ടേ, വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് തെറ്റും പോലും. കുറച്ചൊക്കെ ഒന്ന് പോയേക്കാം. എന്ത് ദൃശ്യപ്രപഞ്ചം, എന്തത് അന്നില്, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബുദ്ധിമാൻ. ഈ പുറമെ കാണുന്നതൊക്കെ, പുറമെ കാണുന്നതിന് പിന്നാലെ അലയുകയല്ല. ആ കാണുന്നത് ഏതാണ്? അത് തന്നിൽ നിന്ന് അന്യമൊന്നുമല്ല. പഞ്ചസാരക്കൊന്നിൽ ഒരു തരി പഞ്ചസാര രുചിച്ച് നോക്കിയാൽ എന്താവും? ഏകദേശം ആ പഞ്ചസാരയുടെ ആ കുന്നിന്റെ സ്വഭാവം കിട്ടുമല്ലോ. ഒരു കടലിന്റെ തീരത്ത് പോയിട്ട് തൻ്റെ കയ്യിൽ കൊള്ളുന്ന ഒരു കുമ്പിൾ വെള്ളം എടുത്തിട്ട് അതിനെ പരീക്ഷിച്ചറിഞ്ഞാൽ എന്താവും? അതന്നെയല്ലെങ്കിലും ഏകദേശം അല്ലേ മനസ്സിലാക്കിക്കൂടെ? ഇതുപോലെ താൻ ഏതാണ്? ഈ ബാഹ്യമായി കാണുന്നതും താനും ഞാനും എൻ്റെ വാക്കും പോലെയേ ഉള്ളൂ. എന്നിൽ നിന്ന് അന്യമായി വാക്കില്ല, എന്നാൽ പ്രകടമാവുമ്പോൾ ഉണ്ട് എന്ന പോലെ. എന്നാൽ കാണപ്പെടുന്ന ഈ ലോകം എന്നിൽ നിന്ന് അന്യമല്ല, ഞാനും എൻ്റെ വാക്കും പോലെ. ദേവനും ദേവിയും രണ്ടില്ല, ഭഗവാനും ഭഗവതി ഒന്നെന്നെയാണ്. ഭഗവാന്റേത് ഭഗവതി. എന്താ നേരത്തെ എന്താ പഠിച്ചത്? ഏകത്വ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? രൂപമില്ല, ഗുണമില്ല, ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് എന്തായിരുന്നു? ഈ രൂപഗുണങ്ങളൊക്കെ എന്തുണ്ടോ അതൊക്കെ എന്താണ്? അത് അതിൽ നിന്ന് അന്യമൊന്നുമല്ല. രൂപം ഇല്ലാത്തതിൽ നിന്ന് അന്യമൊന്നുമല്ല. രൂപനാമങ്ങൾ പ്രകടമാകുന്നു എന്നേ ഉള്ളൂ. ആവിർഭാവ തിരോഭാവങ്ങൾ എന്നുള്ളത് ഒന്നിൽ തന്നെ നടക്കുന്ന ഇതാണ്. അപ്പൊ ഈ കാണപ്പെടുന്നത് ഒന്നും അല്ല എന്നല്ല, അതും ഇതും വേറെയല്ല. ബ്രഹ്മസത്യം ജഗത് നിത്യ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, ജഗത്തൊക്കെ ഇല്ലാത്തതാണെന്ന അർത്ഥത്തിലല്ല. ജഗത്ത് വിചാരം ചെയ്യുമ്പോൾ അത് തന്നിൽ നിന്ന് അന്യമല്ല എന്നറിയുന്നു. വെള്ളത്തിൽ നിന്ന് അന്യമല്ല നുരയും പതയും തിരയും എന്നറിയുന്നു. സ്വർണത്തിൽ നിന്ന് അന്യമല്ല സ്വർണ്ണ ആഭരണങ്ങൾ എന്നറിയുന്നു. മണ്ണിൽ നിന്ന് അന്യമല്ല കുടവും ചട്ടിയും കലവും എന്നറിയുന്നു. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്നു. അങ്ങനെ ദർശിച്ചാൽ ബുദ്ധിമാൻ, ബുദ്ധിമാനെ പറ്റുള്ളൂ. മുഴുവനും ആത്മാവിൽ തന്നെ ലയിപ്പിച്ചിട്ട്, ആഭരണങ്ങളെ മുഴുവൻ സ്വർണത്തിൽ ലയിപ്പിച്ചിട്ട്, നുരയെയും പതയെയും തിരയെയും വെള്ളത്തിൽ തന്നെ ലയിപ്പിച്ചിട്ട്. നോക്കണേ, വാക്കിന്റെ പരിമിതിയാണേ.
ലയിപ്പിക്കണം. മൺകുടത്തെയും ചട്ടിയെയും മണ്ണിൽ തന്നെ ലയിപ്പിച്ചിട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ദൃശ്യപ്രപഞ്ചത്തെ ആസകല മുഴുവൻ എന്ത് ചെയ്യുന്നു? തന്നിൽ തന്നെ വിലയിച്ചിട്ട്, തന്നിൽ നിന്ന് അന്യമായി ഒന്നും കാണാത്തവൻ, തന്നെ തന്നെ എല്ലാറ്റിലും കാണുന്നവൻ. എന്തൊക്കെ പറഞ്ഞാലും കണ്ടേ പറ്റൂ, അല്ലാതെ പറഞ്ഞുകൊണ്ടൊന്നും കാണാനും പോണില്ല അല്ലേ? അങ്ങനെ ഏകമായ ആത്മാവിനെ നിർമ്മലമായ ആകാശത്തെ പോലെ, നിർമ്മലമായ ആകാശത്തെ പോലെ, എന്നാലും കളർ കൊടുക്കാല്ലേ? നിർമ്മലമായ ആകാശത്തിന് നമ്മളല്ലേ കളർ കൊടുക്കുന്നത്? അതുകൊണ്ടാണല്ലോ മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം എന്നൊക്കെ പറയുന്നത് അല്ലേ? മേഘവർണ്ണം, മേഘത്തിന് വർണ്ണം ഉണ്ടോ? നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വർണ്ണം നമ്മളതിന് കൊടുത്തു, അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി, നമുക്ക് ഉപാസിക്കാൻ വേണ്ടി, നമുക്ക് സാധന ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ. നിർമ്മലമായ ആകാശം, അവിടെ കളർ കൊടുക്കണ്ട. അങ്ങനെ എന്തായി? ആത്മാവിനെ നിർമ്മലമായ ആകാശത്തെ പോലെ നിരന്തരം ധ്യാനിക്കണം. ധ്യാനത്തിന് വഴി കിട്ടിയില്ലേ? നിർമ്മലമായ ആകാശത്തെ പോലെ കലർപ്പില്ലാത്ത ആ എന്നെ തന്നെ, ഏതെന്നെ? ബാഹ്യമായ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ ലയിപ്പിച്ച, മുമ്പ് പഠിച്ചു, ആ ഊയിൽ ലയിച്ചു. ഇനിയിപ്പോ ഊ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്ന ഭാവത്തെ അനുസന്ധാനം ചെയ്യുമ്പോഴും ഏതാണ്? ആദ്യം പറഞ്ഞതും ഉള്ളടങ്ങി എന്നർത്ഥം. അത് പ്രശ്നം വെച്ചിട്ടില്ലല്ലേ? പഠിച്ചില്ലേ? ഇല്ല, എഴുത്തില്ലായിരുന്നു. ആ ഊ പ്രണവം അല്ലേ? ഇതിനെപ്പറ്റി പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് ആ ഊയിൽ ലയിച്ചു, ആയും ഊയും ലയിച്ച മ് അല്ലേ? അപ്പൊ മ് എന്നുള്ളത് മാത്രം അനുസന്ധാനം ചെയ്യാനാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? ഇതൊക്കെ ഇതിൽ അന്തർലീനമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്ന ലോകത്തെ മാത്രമല്ല, ഇതൊക്കെ അന്തർഭവിക്കും. ഇത് മാത്രം കൊണ്ടാവുന്നില്ല, അതിനുപരിയുമുണ്ട്. സൂക്ഷ്മമായ തലത്തിലേക്കാണ് പോണത്. അല്ലെങ്കിലും ആത്മതത്വം സൂക്ഷ്മമാണല്ലോ. ആ സൂക്ഷ്മമായ തലത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളും സൂക്ഷ്മമാവണം. സ്ഥൂലമായ ദൃക്കുകൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. അതിനാണ് ഈ പ്രകരണ ഗ്രന്ഥം പോലും എവിടെ എത്തിക്കൊണ്ടുന്നത്? ആദ്യം പറഞ്ഞത് സ്ഥൂലമായതിനെ ഇതല്ല നേതീതി നൈതി ഇതല്ല എന്ന് പറഞ്ഞ് ഓരോന്നും സ്ഥൂലമായതിനെ അതിക്രമിച്ച് ക്രമേണ സൂക്ഷ്മമായതിലേക്ക് പ്രവേശിച്ച് ഒപ്പം നമ്മൾ സൂക്ഷ്മമാവണം. നമ്മളൊപ്പം പോകണം. ഇല്ലെങ്കിൽ ഇവിടെ എത്തിപ്പിടിക്കാൻ പറ്റില്ല. നമ്മുടെ അന്ധകരണം സൂക്ഷ്മമായ തലത്തിലേക്ക് പ്രവേശിക്കണം. ഇപ്പോഴും സ്ഥൂലമായതിലേക്ക് മാത്രം പോയിട്ട് കാര്യമില്ല. സ്ഥൂലമായ ആകാശം നോക്കിയാൽ കാണുന്ന കുട്ടിയുടെ ആകാശമായിരിക്കും. കുട്ടി ഓണിലുള്ള ആകാശം എന്ന് പറയുന്നത് ഇതുപോലെ. അങ്ങനെയല്ല. അപ്പൊ നമ്മളിതിനൊപ്പം പോകണം സൂക്ഷ്മമായിട്ട്. അങ്ങനെ വിചാരം ചെയ്ത് അപ്പൊ ധ്യാനത്തിന് എന്താവും? ധാരണയല്ല കേട്ടോ. ധാരണ ധ്യാനത്തിൽ എത്തിച്ചേരണം. എന്നാ ധ്യാനം തരൂ, ഇതാ ധ്യാനം തരല്ലേ. അല്ലാതെ ആരും ധ്യാനം കൊടുക്കില്ല. ഇത്രയൊക്കെ ധ്യാനം കൊടുക്കാൻ പറ്റും. എങ്ങനെ വിചാരം ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പരമമായ ഒരു തലമാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇത് ഉപനിഷത്ത് സാരമാണ്. ഉപനിഷത്ത് ഇത്രേ പറയുന്നു. അതിനെ മനസ്സിലാക്കാനാണ് ഈ പ്രകടനം കണ്ടത്. ധ്യാനം എന്നുള്ളത് ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല. അഥവാ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഇത്രയൊക്കെ പറയാൻ പറ്റും. നിർമ്മലമായ ആകാശം പോലെ. അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെ ക്രമേണ കാര്യം കാരണത്തിൽ നിന്ന് അഭിന്നമാകുന്നു എന്ന ഭാവന കൊണ്ട്. അതാണ് വളരെ നല്ലൊരു വാക്കാണ്. കാര്യം കാരണത്തിൽ നിന്ന് അഭിന്നമാകുന്നു എന്ന് ഉപസംഹരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഉപസംഹരിക്കാൻ നമ്മൾ മനസ്സിലായില്ലേ? കുടം മണ്ണിൽ ലയിച്ചു എന്ന് പറയുമ്പോൾ കാര്യം കാരണത്തിൽ നിന്ന് അഭിന്നമാണ് എന്ന് ബോധിപ്പിച്ചു. മനസ്സിലാവണില്ലേ? അത് കാരണമല്ലാതെ കാര്യം ഉണ്ടാവും? കാരണമല്ലാതെ കാര്യം ഉണ്ടാവും? കാര്യമില്ലെങ്കിലും കാരണമല്ലേ? എന്താ
തീയില്ലാതെ പുക ഉണ്ടാവുമെന്ന്. പുകയില്ലെങ്കിലും തീയില്ലല്ലേ, ഉണ്ടല്ലോ. അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടല്ലോ, ഇല്ലേ? പുകയില്ലെങ്കിലും തീ ഉണ്ടാവാം, തീ ഇല്ലെങ്കിൽ പുകയുണ്ടാവുമോ എന്ന് ചോദ്യം. ഉണ്ടാവോ? കാരണം ചിലപ്പോ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. നമ്മളൊരു ദുഃഖിക്കുന്നു, കാരണം ഉണ്ടാവില്ലേ? ചിലപ്പോൾ കാരണം ഉണ്ടായില്ല എന്ന് വരും. അതെവിടെ? നമ്മുടെ ദൃഷ്ടിദോഷമാണ്. ഒരു വൈദ്യരുടെ അടുത്ത് പോയി നമ്മൾ, എനിക്ക് എന്താ സുഖമില്ല, ഡോക്ടറെ അടുത്ത് പോയി, സുഖമില്ല. തലവേദനയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് മരുന്ന് തരാൻ പറ്റും, പനിയാണെന്ന് പറഞ്ഞാൽ മരുന്ന് പറയാൻ പറ്റും. എന്താണ് സുഖമില്ലായ്മ? അതെന്താ എനിക്കറിയില്ല, കാരണം അറിയില്ല. അതിൻ്റെ പേരിട്ടുണ്ട് അല്ലേ, എന്താ? അലർജി. കാരണം അറിയാത്ത രോഗത്തിന് അങ്ങനെയും പറയാം അല്ലേ. എന്നാലും എന്തൊരു കാരണം വേണം. കാരണം കണ്ടെത്തിയിട്ട് വേണം ഇനി ചികിത്സ ചെയ്ത് കൊടുക്കാൻ. ടെസ്റ്റ് ചെയ്തിട്ട് കാരണം കണ്ടെത്തൂ. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രോഗത്തിനല്ല ചികിത്സ ആയുർവേദത്തിൽ, രോഗിക്കാം. രോഗത്തിനല്ല ചികിത്സ, രോഗിക്കാം. രോഗത്തിനാണ് ചികിത്സ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു മരുന്ന് എടുത്താൽ മതി. ഒരു തൂക്കടനെ, ഒരു പനിയുള്ള ഒരാൾക്ക് എല്ലാവർക്കും വാസാരിഷ്ടം, അമൃതാരിഷ്ടം, ദശമൂലാരിഷ്ടം, വിട്ടുമാരം ഗുളികയും കൊടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ചുക്ക് പരാതി ഗുളികയും കൊടുത്താൽ മതിയായിരുന്നു. ഒരു മരുന്ന് തന്നെ കൊടുത്താൽ മതിയായിരുന്നു. അത് കൊടുക്കില്ല. ചിലപ്പോൾ ചികിത്സ അറിയാത്തവർ ചിലപ്പോൾ അങ്ങനെ കൊടുത്തേക്കാം. കുറെ വാങ്ങി വെച്ചിട്ട് പനിയാണോ, അതാ കൊടുത്തു, അങ്ങനെ കൊടുത്തേക്കാം. അങ്ങനെ കൊടുക്കാൻ പാടില്ല. രോഗത്തിനല്ല ചികിത്സ, രോഗം കാര്യമാണ്, രോഗിക്കാണ് ചികിത്സ. അപ്പൊ രോഗിയെ ശരിക്കും പഠിക്കണം. രോഗത്തിന് കാരണം ചിലപ്പോ എന്തായിരിക്കും? തൻ്റെ ദുഷ്ടി തന്നെയായിരിക്കും. നിർമ്മലാനന്ദ സ്വാമി എടുത്ത് പോയാൽ 2 മണിക്കൂർ ക്ലാസ്സാണ്. നമ്മളെ രോഗത്തിന് കാരണം ആരാണ്? വേറെ പകർച്ചവ്യാധികളൊന്നുമല്ല, ബാക്ടീരിയയും വൈറസും ഒന്നുമല്ല. ഏതാ? അല്ല, അവനവന്റെ മനസ്സിലിരിപ്പാ. എന്താ? നമ്മുടെ രോഗങ്ങൾക്ക്, ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണം അതാ. എൻ്റെ അർത്ഥം രോഗം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ നിന്ന ആളല്ല. പക്ഷെ രോഗം, അസുഖമാവുന്നതിന് അധികം കാരണം ഏതാണ്? നമ്മളെ മനസ്സിലിരിപ്പ് തന്നെയാണ്. മറ്റുള്ളവരുടെ ദുഷ്ട്, മറ്റുള്ളവരുടെ അസൂയ, മറ്റുള്ളവരുടെ കുശുമ്പ്, വാശി, ദേഷ്യം, അതൊക്കെ നമ്മളെ എന്താക്കുന്നു? നിരന്തര രോഗിയാക്കി തീർക്കും. ഏത് മരുന്ന് കഴിച്ചാലും മാറാത്ത തലത്തിലേക്ക് നമ്മളെ എത്തിക്കും. സംശയമൊന്നുമില്ല. ആദ്യം മാറ്റേണ്ടത് അതാണെന്ന് സ്വാമിജി പറയാം. ഇത് സ്വാമിജി പറഞ്ഞപ്പോഴാണ് നമ്മൾ വേറൊരു ചരക സംഹിതയിലും ഇങ്ങനെ തന്നെയാണ്. രോഗത്തിനല്ല ചികിത്സ, രോഗിക്കാണ്. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോ എനിക്കല്ലേ പ്രഷർ കൂടുന്നത്? അല്ല, ഒറ്റൊരാളെ ചീത്ത പറയുമ്പോൾ ഞാനല്ലേ ചീത്തയാവുന്നത്? അയാൾ ചീത്തയാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയം. നിരന്തരം ഞാനൊരാളെ ചീത്ത പറഞ്ഞാൽ 1000 നാമം ജപിക്കുന്നതിലേറെ ഗുണം ചെയ്യും. ചീത്തയാവും, ഉറപ്പ്. നേരത്തെ പറഞ്ഞു ഇവിടെ വിചാരം ചെയ്യൂ. എന്താ വിചാരം ചെയ്യേണ്ടത്? ഞാൻ ബ്രഹ്മമാണെന്ന് വിചാരം ചെയ്യൂ. പറഞ്ഞു മനസ്സിലായില്ല? ഇപ്പൊ എന്താ വിചാരം ചെയ്യണം? അധികം വിചാരം ചെയ്യണത് എന്താ? ബ്രഹ്മാണെന്നല്ല, അവൻ അങ്ങനെയാണല്ലോ, അവൾ ഇങ്ങനെയാണല്ലോ, അത് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ? വിചാരം ചെയ്ത് എന്തായിത്തീരും? അതൊക്കെ നമ്മളെ സ്വത്തായി മാറും. എന്തായിത്തീരും? നമ്മളതൊക്കെ ആയി പോകും. അങ്ങനെ നമ്മളാകെ വീണ് പോകും. ഇതൊക്കെ വിചാര പ്രക്രിയ കേട്ടോ, സാധനയാണ്. എന്തോന്ന് സാധിപ്പിക്കാണ്ട്, എന്തൊക്കെയോ കഴിച്ചു കൂട്ടാനുള്ളതുകൊണ്ടാണല്ലോ, എന്തൊക്കെയോ സാധിപ്പിച്ചെടുക്കാൻ നമുക്കൊക്കെ. അപ്പൊ നമ്മളൊക്കെ സാധകന്മാരാ. ഏത് സാധകന്മാര്? എന്താണോ സാധിപ്പിക്കേണ്ടത് അത് അനുസന്ധാനം ചെയ്താൽ മതി, അത് വിചാരം ചെയ്താൽ മതി. അപ്പൊ നമ്മളൊക്കെ എന്ത് സാധനയിലാണ് മുന്നോട്ട് പോണത് എന്ന് ചിന്തിക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഉപനിഷത്ത് മന്ത്ര സമാനമായ ശ്ലോകം അടുത്തതും ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അത് നമുക്ക് അപ്പം ചിന്തിക്കാം. ഇത് അങ്ങോട്ട് നീങ്ങാൻ പണിയാണ്. കാരണം ഇത് നമ്മളെ പറ്റിയാണ്. സാധനാമാർഗമാണ്. പിന്നെ എന്താ വേണ്ടത്? സാധനാമാർഗമല്ലേ കൂടുതൽ ചിന്തിക്കേണ്ടത്. സിദ്ധന്റെ മാർഗം നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? അത് സിദ്ധനായിക്കോട്ടെ അല്ലേ? സാധകന്റെ മാർഗം ചർച്ച ചെയ്താൽ കൂടുതൽ അത് നമുക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് അത് കൂടുതൽ ചർച്ച ചെയ്യാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.